മഹാഭാരതം കഥാരൂപത്തിൽ 5. കുറച്ചുകാലം കഴിഞ്ഞു പ്രായം ഒരുപാട് ആയതിനാൽ ഇനി രാജ്യകാര്യങ്ങൾ താൻ നോക്കുന്നത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി രാജഗുരു തന്റെ വളർത്തുപുത്രനായ കൃപനെ രാജഗുരുവാക്കിയ ശേഷം വനത്തിൽ തപസ്സു ചെയ്യാനായി പോയി. ഭീഷ്മർ പെട്ടെന്ന് തന്നെ കൃപനുമായി ചങ്ങാത്തത്തിലായി. ഒരിക്കൽ ഭീഷ്മർ കൃപനോട് സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃപൻ പറഞ്ഞു, സഹോദരിയെ ദ്രോണാചാര്യർ എന്ന മഹാനായ ഒരു ബ്രാഹ്മണനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജകുമാരന്മാരെ ആയുധവിദ്യകൾ പഠിപ്പിക്കാൻ കേമനാണ്. ദ്രോണാചാര്യരെക്കുറിച്ച് നേരത്തെ തന്നെ ഭീഷ്മർക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാകാൻ കഴിഞ്ഞത് കൃപയുടെ ഭാഗ്യമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞു. സത്യവതിയും ശന്തനുവും ഭീഷ്മരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ ആണെന്ന് വിശ്വസിക്കുകയും സദാ വേവലാതിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചുകാലത്തിനുശേഷം സത്യവതി 2 ആണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അവർക്കു ചിത്രാംഗദൻ എന്നും വിചിത്രവീര്യൻ എന്നും പേരിട്ടു. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജനനം ശാന്തനുവിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഭീഷ്മരുടെ ജീവിതം ഇങ്ങനെ ആയത് താൻ കാരണം ആണെന്നുള്ള ചിന്ത സത്യവതിയെയും ശാന്തനുവിനെയും വേട്ടയാടിയിരുന്നു. ഈ ദുഃഖഭാരം താങ്ങാൻ ആവാതെ ശാന്തനു മരണപ്പെട്ടു. 2 കുമാരന്മാരെയും ഭീഷ്മറിനെ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം മരിച്ചത്. ശാന്തനുവിന്റെ മരണത്തിനുശേഷം രാജകുമാരന്മാർ വളർന്നു വരുന്നതുവരെ ഭീഷ്മർ രാജ്യകാര്യങ്ങൾ നോക്കി. സമയമായപ്പോൾ ഭീഷ്മർ ചിത്രാംഗദനെ രാജാവാക്കി. പക്ഷേ പിന്നീട് നടന്ന ഒരു യുദ്ധത്തിൽ ചിത്രാംഗദൻ കൊല്ലപ്പെട്ടു. പിന്നീട് ഭീഷ്മർ വിചിത്രവീര്യനെ രാജാവാക്കി. വിചിത്രവീരൻ വിവാഹം കഴിക്കാനുള്ള സമയമായി എന്ന് സത്യവതി ഭീഷ്മരോട് പറഞ്ഞു. അത് ശരിയാണ്, അടുത്തുതന്നെ കാശി രാജ്യത്തെ രാജകുമാരിമാരായ അംബ, അംബിക, അംബാലിക എന്നിവരുടെ സ്വയംവരം ഉണ്ടാകുമെന്നും അതിൽ ആരെയെങ്കിലും വിചിത്രവീര്യൻ വിവാഹം ചെയ്യാം എന്നും പറഞ്ഞു. അവർ കാശി രാജ്യത്തെ രാജാവിന്റെ ക്ഷണം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാശി രാജാവ് അവരെ സ്വയംവരത്തിന് ക്ഷണിച്ചില്ല. അതിനു അദ്ദേഹം പറഞ്ഞ കാരണം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ സഹോദരിയെ ദേവവ്രതൻ ഭീഷ്മർ കല്യാണം കഴിക്കാൻ തയ്യാറാകാതെ കാശി രാജ്യത്തെ അപമാനിച്ചു എന്നതായിരുന്നു. അതിനു പ്രതികാരമായി ആണ് ഹസ്തനപുരിയിൽ നിന്നും ആരെയും സ്വയംവരത്തിനു ക്ഷണിക്കാതിരുന്നത്. കാശിരാജ്യത്തെ രാജഗുരുവും മന്ത്രിമാരും രാജാവിനോട് പറഞ്ഞു. ഹസ്തിനപുരിയുടെ രാജാവ് ആയിരുന്ന ഭരതന്റെ പത്നി സുനിത കാശി രാജകുമാരിയായിരുന്നു. കാശി രാജ്യത്തെ രാജകുമാരിമാരെ കാലങ്ങളായി ഹസ്തനപുരിയിലേക്ക് വിവാഹം ചെയ്തു അയക്കാറുണ്ടെന്നും അത് തെറ്റിച്ചാൽ അവർക്ക് അത് വലിയ അപമാനമാകും. അവർ എന്തും ചെയ്യും. അതുകൊണ്ട് സ്വയംവരത്തിനു ക്ഷണിക്കാം. രാജകുമാരിമാർ ആരും വിചിത്രവീര്യനെ വരിക്കാതിരുന്നാൽ മതിയല്ലോ. പക്ഷേ രാജാവിന് ഭീഷ്മരോടുള്ള പകയ്ക്കു മുന്നിൽ അവരുടെ ഉപദേശത്തിനു യാതൊരു ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഹസ്തിനപുരിയിലെ എല്ലാവരും കാശി രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ശത്രുവിനെ അതിഥിയാക്കാൻ കഴിയില്ല. ഇത് അറിഞ്ഞ ഭീഷ്മർ ഇത് ഹസ്തനപുരിയോടുള്ള വലിയ നിന്ദയാണെന്നും അതിനാൽ 3 രാജകുമാരിമാരെയും വിചിത്രവീര്യനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കും എന്ന് പറഞ്ഞു കാശി രാജ്യത്തേക്ക് പുറപ്പെട്ടു. അതേസമയം കാശിരാജ്യത്ത് അംബശെൽവ രാജാവുമായി പ്രണയത്തിൽ ആകുകയും അവർ രഹസ്യമായി വിവാഹം കഴിക്കുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംവരം വെറും ഒരു ചടങ്ങ് മാത്രമാകും. അംബശെൽവ രാജാവിനെ തന്നെ വരിക്കും എന്ന് അവർ 2 പേരും കൂടി തീരുമാനിച്ചു. അടുത്ത ദിവസം സ്വയംവര സദസ്സിലേക്ക് ഭീഷ്മർ കടന്നുവന്നു പ്രഖ്യാപിച്ചു. താൻ വിചിത്രവീര്യനു വേണ്ടി 3 കുമാരിമാരെയും കൊണ്ട് പോകുകയാണെന്നും തടയാൻ വരുന്നവരെ വധിക്കാനും താൻ മടിക്കില്ല എന്നും. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ 2 അസ്ത്രങ്ങൾ കൊണ്ട് അവിടെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും കിരീടം അമ്പു ചെയ്തു വീഴ്ത്തി. ഭീഷ്മരിനെ ഭയന്ന് ആരും പിന്നീട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഭീഷ്മർ ബലമായി കുമാരിമാരെ വിളിച്ചുകൊണ്ടുപോയി. നിസ്സഹായരായ അവർക്ക് ഭീഷ്മരിനോടൊപ്പം പോകുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വഴി മധ്യേ ശെൽവ രാജാവ് ഭീഷ്മരിനെ തടഞ്ഞു. ഈ രാജാവിനെ തന്നെയാണ് പണ്ട് ഭീഷ്മർ യുദ്ധം ചെയ്തു തോൽപ്പിച്ചതിനുശേഷം വെറുതെ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അയാളുടെ ജീവൻ താൻ നൽകിയ ഭിക്ഷയാണ്, അത് തിരിച്ചെടുക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും ഭീഷ്മർ പറഞ്ഞു. എന്നിട്ടും പിന്തിരിയാൻ തയ്യാർ ആകാത്തതിനാൽ ഭീഷ്മർ യുദ്ധം ചെയ്യുകയും ശെൽവ രാജാവിനെയും സൈന്യത്തെയും നിഷ്പ്രയാസം തോൽപ്പിച്ചു. രാജാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് അയാളുടെ തേരിൽ തന്നെ തടവിലാക്കിയ ശേഷം ഭീഷ്മർ യാത്ര തുടർന്നു.